പണ്ടും വന്നിട്ടുണ്ട്. ഇപ്പം ആ കിഴക്കൻ ഭാഗത്തുനിന്ന് സലീം അടക്കർ സാഹിബിൻ്റെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി നമ്മൾ കോഴിക്കോട്ട് വന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ നാട്ടിനടുത്ത് താമസിക്കുന്നുണ്ട്. അയാളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് കൂടിയിരിക്കാം. അയാൾ ഞാൻ പറയുന്നത് മരപ്പൊത്തിലാണ്, ഷജറപ്പൊത്തിലാണ് അയാൾ താമസിക്കുന്നത്. പുറത്തിറങ്ങി നടക്കാൻ അയാൾക്ക് സാധിക്കില്ല. പുറത്തിറങ്ങിയാൽ അയാൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് മതി, എൻ്റെ കൂടെ ആരും വേണ്ട, ഖാദി ഫൗണ്ടേഷന് ഞങ്ങൾ അടിച്ചു പൊളിക്കും, മഹലത്തേക്ക് അടുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചങ്ങാതിങ്ങനെ മരപ്പൊത്തിലിരുന്ന് പറയുന്നുണ്ട്. ആ മരപ്പൊത്ത് കോഴിക്കോട് ജില്ലയിലാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അയാളുടെ നാട്ടിലേക്ക് പോവാം. എവിടെയാണ് അയാളുടെ നാട് എനിക്കറിയില്ല, നിലമ്പൂരിൻ്റെ ആ ഭാഗത്താണ്. അങ്ങോട്ടേക്ക് പോവാം. കോഴിക്കോട് ജില്ലയിൽ വന്ന് പാണക്കാട് തങ്ങൾ ചെയർമാനായ ഒരു സ്ഥാപനത്തിലിരുന്നിട്ട് ആ ഓഫീസിലിരുന്നിട്ട് തോന്നിവാസം വിളിച്ച് പറയാൻ ഒരിക്കലും കോഴിക്കോട് ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ അനുവദിക്കില്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് ഇയാൾ വിളിച്ച് പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്?